എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ, കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തു നമ്മളെ അടിമ നുകത്തിൽ നിന്ന് സ്വാതന്ത്ര്യരാക്കി, പാപത്തിന്റെ നുകത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യരാക്കി. പിന്നെയും അടിമ നുകത്തിൽ കുടുങ്ങിപ്പോവാൻ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് ഈ പകലിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടത്രേ ഇന്ന് ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു എന്തിനാ നമ്മളെ സ്വാതന്ത്ര്യരാക്കിയത്? അടിമനുഖത്തിൽ കുടുങ്ങിപ്പോവാനാണോ? ഒരിക്കലുമല്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ താങ്കൾ ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുമെങ്കിൽ നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. ഏതൊക്കെ മേഖലകളിൽ ബന്ധിക്കപ്പെട്ടു പോയോ ആ മേഖലകളിൽ മേൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ വിടുതല. ഇന്ന് പകലിൽ കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ 47:9 ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ അത് ഭക്തിമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതെ, ഈ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അത്രയും. ഈ പരിശുദ്ധാത്മാവ് ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം സ്വാതന്ത്ര്യമുണ്ട്, ജീവനുണ്ട്. ആമേൻ, സ്തോത്രം. കെട്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്നവർ വിടുവിക്കപ്പെടും. ജീവിതം തീർന്നെന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഈ നദി ചെന്ന് ചേരുന്നിടത്ത് ജീവനുണ്ടാകുന്ന കർത്താവ് പറയുന്നത്. ഉണങ്ങിയ അവസ്ഥയിലിരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ ജീവന്റെ നദി ചെന്ന് ചേരുന്നിടത്ത് ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ഉണങ്ങിയ അവസ്ഥ മാറി അവിടെ സമൃദ്ധി വെളിപ്പെടും. ഏതൊക്കെ അവസ്ഥയിലായിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, തകർച്ചയിലായിരിക്കുന്നു, രോഗിയായിരിക്കുന്നു, കേട്ടാട്ടെ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ജീവനുണ്ടാകും, സൗഖ്യമുണ്ടാകും, സമൃദ്ധിയുണ്ടാകും, ദൈവപ്രവൃത്തി ഉണ്ടാകും. നിങ്ങൾ സ്വതന്ത്രരാകും. പിശാച് ഒരു രീതിയിലും ഒരു മണ്ഡലത്തിലും നിങ്ങളെ കുരുക്കിയിടുവാൻ സാധിക്കത്തില്ല. കാരണം ഈ ജീവന്റെ നദിയുടെ ഈ ആത്മശക്തിയുടെ പ്രത്യേകത ഏതാ? അതിനു മുമ്പിൽ ഒരു പൈശാചിക മണ്ഡലത്തിലും നിൽക്കുവാൻ സാധിക്കത്തില്ല. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകലിലും തിരിച്ചറിഞ്ഞാട്ടെ. ഒരു ബന്ധനത്തിനും ഒരു പിശാചിനും നിങ്ങളെ ബന്ധിച്ചു കളയുവാൻ സാധിക്കത്തില്ല. ദൈവ പൈതലേ, ആത്മശക്തിക്കായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കപ്പെട്ടു പോയെന്ന് ചിന്തിച്ചിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഇന്ന് നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുവാൻ പോകുന്നു.